ഹലോ ഗായ്സ്! അപ്പം ഞാൻ ഇന്നുള്ളത് കൊല്ലത്താണ്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ പല കാര്യങ്ങൾ കാണുമ്പോഴും എനിക്ക് എപ്പോഴും തന്നെ ഭയങ്കര മിസ്സിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ എവിടെയാണ് പോണേന്നുള്ളതൊക്കെ ഞാൻ പോകുന്ന വഴി തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം. പോകുന്ന വഴിക്ക് പള്ളിമുക്കിൽ ദേ പായസം എന്നൊരു ബോർഡ് കണ്ടു. പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചാടി വീണു. അപ്പോൾ അടപ്രഥമനും പാലടയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ രണ്ടും ഓരോന്ന് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് അടപ്രഥമനായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ അച്ചാച്ചൻ ഉണ്ടാക്കുന്ന അടപ്രഥമൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. രണ്ട് പായസം കൊള്ളാം കേട്ടോ. അപ്പോൾ ഈ വഴി പോകുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ നേരെ ബീച്ച് റോഡിലേക്കാണ് പോകുന്നത്. നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോകാൻ പോവാണ്. സമയം ഏകദേശം ഒരു 4-4:30 ആയതുകൊണ്ട് വെയിലൊന്നും ഇല്ലായിരുന്നു. വെയിലൊക്കെ താന്നു. നല്ല ഒരു കാലാവസ്ഥയായിരുന്നു. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്തൊക്കെ ഈ ബീച്ചിൻ്റെ അവിടെയൊക്കെ വന്നിരിക്കാനൊക്കെ നല്ലതാണ്. അങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടെ നേരെ നമ്മൾ വന്നിരിക്കുന്നത് ദേ തങ്കശ്ശേരി വിളക്കുമാടത്തിലാണ്. എല്ലാവരും പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഭയങ്കര ഫേമസ് ആണ്. ഞാൻ കൊല്ലത്താണെങ്കിൽ എനിക്ക് ഇതുവരെ ഇതിനകത്ത് കയറാനോ മുകളിൽ കയറാനോ ഒന്നും ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. കയറുമ്പോൾ തന്നെ ഒരു സൈഡിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർക്കും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വിളക്കുമാടം. എന്തായാലും ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് കൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോഴും ഇത് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറാം. ഇതിന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇവിടത്തേക്കുള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അഡൾട്ടിന് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് കയറാം. കയറുമ്പോൾ തന്നെ ലിഫ്റ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ലിഫ്റ്റിലായാലും പോവാം. ശരിക്കും ലിഫ്റ്റ് ഇപ്പോൾ റീസെൻ്റായിട്ട് എന്തോ വന്നതാണ്. നേരത്തെ ഒന്നും ലിഫ്റ്റ് ഇല്ലായിരുന്നു. പണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കിടക്കുകയാണ്. അപ്പോൾ കാലൊന്നും വയ്യാത്തവർക്ക് ലിഫ്റ്റിൽ പോവാം. എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നടന്ന് തന്നെയാണ് പോയത്. നമ്മൾ നടന്ന് മുകളിലേക്ക് കയറുമ്പോൾ ഓരോ പോർഷനിലും വെച്ചിട്ട് തണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ വിൻഡോസ് ഉണ്ട്. അവിടെ നല്ല കാറ്റാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പോവാം. നോക്കിക്കേ, നല്ല വ്യൂ ആണ്. മുകളിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് നല്ല ഭംഗിയാണ്. അങ്ങനെ ഞാൻ ഏകദേശം നടന്ന് മുകളിലെത്തി. അപ്പോഴേക്കും തന്നെ നല്ല ടയേർഡായി കേട്ടോ. കാരണം കുറേ ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ വയ്യാത്തവരൊക്കെ ലിഫ്റ്റിൽ തന്നെ വന്നാൽ മതി. പിന്നെ ഈ റൗണ്ടിൽ ഇങ്ങനെ സ്റ്റെപ്പ് കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒന്ന് തല ചുറ്റാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ കയറി വരിക. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം ഒരു മുകളിൽ ഞാൻ എത്തി. അപ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. നല്ല കാറ്റാണ് കേട്ടോ. മുകളിലേക്ക് പോകുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ കാറ്റ് കൂടി കൂടി വരികയാണ്. നല്ല ഭംഗിയാണ്. ഈവനിങ്ങിലൊക്കെ വന്ന് നമുക്കിങ്ങനെ ഇരിക്കാനും കാറ്റ് കൊള്ളാനൊക്കെ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ മുകളിലെത്തി. ഇനി കുറച്ചും കൂടെ എന്തോ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം വിൻഡോയുടെ അടുത്തൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്തു. അതിനുശേഷം മുകളിലേക്ക് കയറി. പിന്നെ ഉള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശബരിമല പോകുന്നതൊക്കെ ഇങ്ങനെ കുത്തനെ കിടക്കുകയാണ്. അപ്പോൾ അത് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് നോക്കിയും കണ്ടും സൂക്ഷിച്ചൊക്കെ കയറണം. പിന്നെ കുഴപ്പമില്ല, സൈഡിലെല്ലാം കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിടിച്ച് പതുക്കെ അങ്ങ് കയറിയാൽ മതി. ഇപ്പം ഞാൻ കയറിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് ഹൗസിൻ്റെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞ് നമ്മളൊരു വാതിലിലൂടെ പുറത്തേക്ക് ചാടുമ്പോഴുള്ള വ്യൂ ആണിത്. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലാണിത്. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. കിടിലം വ്യൂ ആണ്. കടലൊക്കെ ഏതാണ്ട് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ കൊല്ലം ഫുള്ള് നമുക്ക് കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ മിസ് ചെയ്തല്ലോ എന്നാണ് ആലോചിക്കുന്നത് ഇത്രയും നാൾ. അപ്പോൾ ഏകദേശം സൺസെറ്റ് ആവാറായി. ഒരു 5-5:30 ആയി തുടങ്ങി. അപ്പോഴേക്കും ഭംഗി കൂടി. കുറേ രസമായി. ഇവിടുത്തെ മരങ്ങൾ മുകളിൽ നിന്ന് കാണാനായാലും ശരി, തിരയായാലും ശരി, ഒക്കെ തന്നെ നല്ല അടിപൊളി. നല്ല കാറ്റ്, നല്ല സമാധാനം കിട്ടുന്നൊരു സ്ഥലം കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാർ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറേ നേരം നിന്നു. കുറേ നേരം നിന്ന് സൺസെറ്റൊക്കെ ഏകദേശം കുറച്ചൊക്കെ കണ്ട് അവിടെ കുറേ നേരം നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞാൻ നേരെ എങ്കിൽ പിന്നെ ഇറങ്ങാം എന്ന് വിചാരിച്ചു. ഇവിടെ 6 മണി വരെ ഉള്ളൂ നമുക്ക് സമയം. 6 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. അതിനുശേഷം ആരെയും മുകളിലേക്ക് കയറ്റി വിടത്തില്ല. അപ്പോൾ തിരിച്ചും ഞാൻ വിചാരിച്ചു ഇറങ്ങി തന്നെ പോവാമെന്ന്. അപ്പോൾ കൊണ്ട് ഇറങ്ങി പോകുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ജനലിൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ നല്ല കാറ്റാണ്. അവിടെയൊക്കെ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്ത് പതുക്കെ ഇറങ്ങി വരാം. അങ്ങനെ ഞാൻ ഇറങ്ങി താഴേക്ക് എത്താറായി. അപ്പോൾ ഫൈനലി ഞാൻ താഴെ വന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ ഉറപ്പായിട്ടും ഇവിടെയും കൂടെ വന്നൊന്ന് കാണുക കേട്ടോ. നല്ല കിടിലം സ്ഥലമാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം ഈ കുരങ്ങൻ ചേട്ടനോട് സംസാരിച്ചൊക്കെ നിന്നിട്ട് അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ തന്നെ പോവാണ്. ശരിക്കും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫറൻ്റ് ആണ് കേട്ടോ. അടുത്ത് തന്നെ ഹാർബറുണ്ട്. ഞാൻ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതാണ്ട് ഈ കിടക്കുന്ന സാധനമാണ്, ഫ്രഷ് മീൻ. എനിക്ക് മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്.
അത് വേറൊരു സ്ഥലത്ത് പോയപ്പോഴാണ് കൊല്ലം നാട്ടിലെ മീനിൻ്റെ വാല്യൂ നമ്മൾ അറിയുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് കട്ട് ചെയ്തൊക്കെ കിട്ടും, ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തൊക്കെ തരും. അപ്പോൾ അതിനുശേഷം തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച്. ബീച്ചിലേക്ക് പോയി അവിടുന്ന് ദാണ്ട അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റൊക്കെ കാണാൻ സാധിച്ചു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും കൊല്ലത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് വരിക, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.